ശരി. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ കൂടുതലൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. കേസിൽ പരിമിതികളുണ്ടെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. തൗഫീഖ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി. തൗഫീഖ്, എന്താണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ തുറന്നു പറയുന്ന പരിമിതി? കോടതി എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിന് കൊടുക്കുന്ന നിർദ്ദേശം? നിഷാദ്, നിമിഷപ്രിയയുടെ കേസിൽ കേന്ദ്ര സർക്കാർ പരമാവധി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുവെന്നാണ് അറ്റോർണി ജനറൽ ഇന്ന് സുപ്രീം കോടതിയിൽ അറിയിച്ചത്. ഈ വിഷയത്തിൽ ഇടപെടാനായിട്ട് കേന്ദ്ര സർക്കാരിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾ വെച്ചുകൊണ്ട് കേന്ദ്രത്തിന് സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും ഈ കേസിൽ ആദ്യം മുതൽ തന്നെ നടത്തി വരുന്നുണ്ടായിരുന്നുവെന്ന് ഇന്ന് സുപ്രീം കോടതിയിൽ അറിയിക്കുകയാണ് ഉണ്ടായത്. കൂടുതൽ ഈ വിഷയങ്ങളിൽ ഇനിയിപ്പോൾ കേന്ദ്രത്തിനൊന്നും ചെയ്യാനില്ല എന്ന് അറ്റോർണി ജനറൽ കോടതിയിൽ തുറന്നു പറയുകയായിരുന്നു ഇന്ന് ഉണ്ടായത്. ദയാധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് സ്വകാര്യമായിട്ട് നടക്കേണ്ട ചർച്ചകളാണ്. അതിൽ കേന്ദ്രത്തിന് ഒരു കാരണവശാലും ഇടപെടാൻ സാധിക്കില്ല എന്നുകൂടി കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് വെള്ളിയാഴ്ച പരിഗണിക്കാനായിട്ട് ആ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അറ്റോർണി ജനറലോട് സുപ്രീം കോടതി തേടിയിട്ടുണ്ട്. അതിനുശേഷം വെള്ളിയാഴ്ച ഈ കേസ് പരിഗണിക്കും. എന്നാൽ മറ്റന്നാളാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ ഏതെങ്കിലും സാധ്യമാകുന്ന ഇടപെടലുകൾ നടത്താൻ സാധിക്കുമെങ്കിൽ അത് നടത്തണം എന്നുള്ള ഒരു കാര്യം കൂടി സുപ്രീം കോടതി ഇന്ന് അറ്റോർണി ജനറലോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ആശയവിനിമയങ്ങൾ തുടരട്ടെ. 16-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്ന പോലെ ഒരു വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ അത് സങ്കടകരമായ കാര്യമാണ് എന്നുകൂടി സുപ്രീം കോടതി പറയുന്നുണ്ട്. നല്ലത് സംഭവിക്കട്ടെ എന്നുകൂടി സുപ്രീം കോടതി കേസ് പരിഗണിച്ച സമയത്ത് പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് നടത്താൻ സാധിക്കുമെങ്കിൽ അത് എത്രയും വേഗം നടത്തണമെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഉടൻ സുപ്രീം കോടതിയിൽ സമർപ്പിക്കണമെന്നുമാണ് ഇപ്പോൾ കോടതി ആ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.